ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമീസ് വേൾഡ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെടിയൊക്കെ യൂസ് ചെയ്യുന്ന വളം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ്. നമ്മൾ അടുക്കളയിലൊക്കെ വേസ്റ്റായി കളയുന്ന കുറേ പച്ചക്കറി വേസ്റ്റുകളും മുട്ടത്തോടുകളും അതുപോലെ തലേന്നത്തെ കഞ്ഞിവെള്ളവും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. അപ്പം വീട്ടിൽ അതാത് ദിവസം യൂസ് ചെയ്യുന്ന നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കൊച്ചൊരു ടിന്നിനകത്ത് ഒരു നല്ല ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു ടിന്നിനകത്തേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു അരഭാഗം വെള്ളവും ഒഴിച്ച് തലേന്നത്തെ കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് ശർക്കരയും ചെറിയ ഒരു പീസ് ശർക്കരയും ചേർത്ത് നമുക്ക് പഴുത്തൊലി എന്ത് വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ആണെങ്കിലും പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും ഏറ്റവും നല്ലതാണ്. ഇതേപോലെ ഒരു ടിന്നിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് അടച്ച് ഒരാഴ്ച സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ആ വെള്ളം എടുത്ത് അരിച്ചോ അല്ലാതെ കൈ കൊണ്ട് വേണമെങ്കിലും ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. മുട്ടത്തോടും ഒക്കെ ഇടാം. നമ്മളൊരിക്കലും വേവിച്ച ഫുഡിൻ്റെ വേസ്റ്റുകളൊന്നും ഇടരുത്. അതുപോലെ തന്നെ ആട്ടി വെച്ച മാവിൻ്റെ ബാലൻസ് കളയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കളയണ്ട, അതൊന്നും വേണ്ട. പച്ചക്കറി വേസ്റ്റും മുട്ടത്തോടും കഞ്ഞിവെള്ളവും സാധാ വെള്ളമൊക്കെ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ യൂസ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. വേസ്റ്റ് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ഒരുപാട് ഒഴിക്കേണ്ട, ഡൈല്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല. പിന്നെ നമ്മളിനിയിപ്പം വെള്ളം ഒഴിക്കേണ്ടത് ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്കിത് കുറേശ്ശെ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. ചെടികൾ നല്ല രീതിയിൽ നല്ലോണം തഴച്ച് വളരുകയും ചെയ്യും. ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടാകും. അപ്പോൾ ഇത് മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചെടിയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് ഇനി നമുക്ക് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.